ഏറ്റവും ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചതായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ള ഒരാളാരാണ്? അത് സുരേഷ് ഗോപി സാർ. അതെന്താ? അയ്യോ, അദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏത് വലിയ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ ഇത്രയും നോട്ടീസ് ചെയ്യാൻ കാര്യം, ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ, അദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് അത് പബ്ലിക്, ഞാൻ റെസ്റ്റോറൻറ്റിൽ പലതവണ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു ആ ഭക്ഷണത്തോടൊരു ബഹുമാനം, ഒരു കൂപ്പ് കൈ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലിറ്ററലി നമുക്ക് ആരും അത് മനസ്സിൽ ചിലപ്പോൾ ഇപ്പൊ റെസ്റ്റോറൻറ്റ് വിശന്നിരിക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ തൊഴുത് ഇനി പൂജിച്ചൊക്കെ കഴിക്കാമെന്ന് പറയും. പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി ഒരു എന്നിട്ട് കഴിക്കുന്ന രീതി, ആ പ്ലേറ്റ് നമ്മൾ കൊടുത്ത ഫുഡ്, അപ്പൊ കറി, നമ്മുടെ നാടൻ ഭക്ഷണം എന്ന് വെച്ചാൽ ചാറും കറി എല്ലാം ഒക്കെ ഉണ്ട്, ഇതൊക്കെ കഴിക്കുമ്പോഴേ കഴിച്ച ആ പ്ലേറ്റ് വളരെ വൃത്തിയായിട്ട് ഡേർട്ടി ആവാതെ, എന്നാ കയ്യോ കാലോ ഒന്നുമില്ല. അപ്പം ഒരു കറിവേപ്പില വരെ ക്ലീൻഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ പ്ലേറ്റിലിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയി നേരെ വേണമെങ്കിൽ അറിയാണ്ടൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ അത് പുതിയ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞ് വേറെ ഗസ്റ്റിന് കൊടുക്കുക. അതുകൊണ്ട് പുള്ളിയുടെ പ്ലേറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറയാ, സുരേഷ് ഗോപി സാറ് കഴിച്ച പ്ലേറ്റ് ആണ്, ഒന്നുകൂടെ കഴുകിക്കോണം, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ പ്ലേറ്റ് ആണ്. അങ്ങനെ കുറെ പേര്, വളരെ ലാലേട്ടനൊക്കെ ഇതേപോലൊക്കെ തന്നെ. പക്ഷെ സുരേഷ് ഗോപി സാറിന്റെ ഞാൻ പറയാൻ കാര്യം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രാർത്ഥന. അപ്പം ഇത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും ഡെയിലി നമുക്കൊരു അന്നം കിട്ടുമ്പോൾ അതിനോടൊരു ബഹുമാനം കാണിക്കുന്നതായിരിക്കാം. ഞാൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പലരെയും വേറെ കുറെ ഈ പ്രത്യേകിച്ച് ഈ സത്യസായി, ഞാൻ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ സത്യസായി ബാബ ആശ്രമത്തിൽ നിന്നൊക്കെ വരുന്ന കുറെ ഗസ്റ്റുകളുണ്ട്, ഫോറിനേഴ്സ്, ജർമ്മൻസ് ആണ് ഇതൊക്കെ. അവരൊക്കെ ഭക്ഷണത്തിന് മുമ്പിലൊന്ന് ഒരു ഫസ്റ്റ് ഒരു പ്രാർത്ഥന, നമുക്ക് ഇന്ന് ഈ ആഹാരം, എല്ലാവരും ഈ എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും ഭയങ്കര ഒത്തിരി നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിലും രുചികരമായ ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ വിശപ്പിന് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അങ്ങനെ അതിനെ ഒരു റെസ്പെക്ട് ചെയ്ത് കഴിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് പെട്ടെന്ന് പറഞ്ഞപ്പോ സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ള ആരാണ്? അത് ഒരുപാട് പേരുണ്ട്. അതിങ്ങനെ ഒരാളായിട്ട്, അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. നമ്മൾ 27 വർഷമായിട്ട് ഇത് കൊടുക്കണം. അപ്പൊ എത്രായിരം മീൽസ് കുക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ലീവ് എടുത്തൊന്നും ഇരുന്നിട്ടേ ഇല്ല. വല്ലപ്പോഴും നാട്ടിൽ ഈ ഹോളിഡേ വരുമ്പോൾ, ഹോളിഡേ വന്നാലും നമ്മൾ കുക്കിംഗ് ആണ് നമ്മുടെ പരിപാടി. അതിപ്പം ഗസ്റ്റിനായിക്കോട്ടെ, അല്ല വീട്ടിൽ വരുന്ന വിരുന്ന്, അപ്പൊ ഭക്ഷണം ഉണ്ട്, അതിപ്പം ഒരു ജോലി പോലെ നമ്മൾ കാണുന്നില്ല. ആഹാരം ഉണ്ടാക്കുന്ന നിങ്ങൾ ഒരു സിനിമ കാണുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഇന്റർവ്യൂ എടുക്കുന്നത് ജോലിയായിട്ട് തോന്നില്ലല്ലോ, ആളുകളുടെ സംസാരിക്കും. അതേപോലെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേർക്ക്, അപ്പം ഒരുപാട് ആൾക്കാർക്ക്, എത്രയോ ജനങ്ങൾക്ക് നമ്മള് സാധാരണ മനുഷ്യർക്കും ഭയങ്കര അതിസമ്പന്നന്മാർക്കും സെലിബ്രിറ്റിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവരെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട എല്ലാവരും, അങ്ങനെ എനിക്കൊരു വലിയൊരാളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു, നിങ്ങളിപ്പോ നാളെ വന്ന് ഭക്ഷണം കഴിച്ചു, അല്ല ആരായിക്കോട്ടെ, ചേട്ടാ അത് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരുടെ ആ ഒരു മൊമെന്റ്സ്, ഒരു